നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുണ്ടാകാം. ഒന്നിനും ഒരു വഴിയില്ലാതെ എങ്ങോട്ട് പോകണം എന്നറിയാതെ മനസ്സുമടുത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ ഉള്ളിലൊരു ഭാരം തോന്നാറില്ലേ? ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ലെന്നും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്നും ഓർത്ത് നിങ്ങൾക്ക് വല്ലാതെ സങ്കടം വരാറില്ലേ? ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം എന്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിച്ച് രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ നിമിഷം ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ കാരണമുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പല ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരമുണ്ട്. ജീവിതം കൈവിട്ടുപോയി എന്ന് കരുതിയ ഇടത്തുനിന്ന് പുതിയൊരു മനുഷ്യനായി വെളിച്ചത്തിലേക്ക് നടന്നുവരാൻ ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കും. ശരിക്കും എന്താണ് ഈ ജീവിതം? നമ്മൾ എന്തിനാണിങ്ങനെ ഭ്രാന്തമായി പായുന്നത്? കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയൊരു നഗരത്തിൽ ജീവിച്ചിരുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ധനികനുണ്ടായിരുന്നു. പണത്തിന്റെയും പ്രശസ്തിയുടെയും വിജയത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ. വലിയ വീടും ആഡംബര വാഹനങ്ങളും ബിസിനസ് സാമ്രാജ്യങ്ങളും ചുറ്റും പുകഴ്ത്താൻ നിൽക്കുന്ന ആളുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരാൾക്ക് ജീവിതത്തിൽ ഇനി എന്ത് കുറവാണ് ഉള്ളതെന്ന് നമ്മൾ ചിന്തിച്ചു പോകാം. കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. പണമുണ്ടെങ്കിൽ എല്ലാ സന്തോഷവും വാങ്ങാൻ കഴിയുമെന്ന് നമ്മൾ കരുതുമ്പോഴും ആ ധനികന്റെ ഉള്ളിൽ സമാധാനമുണ്ടായിരുന്നില്ല. എത്രയൊക്കെ നേടിയിട്ടും ഉള്ളിൽ വലിയൊരു ശൂന്യത മാത്രം. ഒരു വശത്ത് ബിസിനസ്സിലെ വലിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും ഉള്ളിൽ ആരുമില്ലാത്തവനെ പോലെ അയാൾ ഏകാന്തത അനുഭവിച്ചു. ഒടുവിൽ ആ മനസ്സിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ സമാധാനം തേടി അയാൾ ബുദ്ധന്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. ബുദ്ധന്റെ മുന്നിൽ തൊഴുതു നിന്നുകൊണ്ട് ആ ധനികൻ പറഞ്ഞു, ഭഗവാനെ, ലോകത്തൊരു മനുഷ്യന് നേടാൻ കഴിയുന്ന വിജയത്തിന്റെ കൊടുമുടിയിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും എന്നെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു. ഞാൻ വിചാരിച്ചാൽ വാങ്ങാൻ കഴിയാത്തതായി ഒന്നുമില്ല. പക്ഷേ എന്റെ ഉള്ളിൽ സമാധാനമില്ല. മനസ്സെപ്പോഴും അശാന്തമാണ്. ഭയവും ആശങ്കയും എന്നെ വേട്ടയാടുന്നു. എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയവും ആളുകൾ ചതിക്കുമോ എന്ന സംശയവും നാളെയെക്കുറിച്ചുള്ള ആകുലതകളും എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. ഈ സങ്കടക്കടലിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. ബുദ്ധൻ ആ ധനികനെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പകുതി സങ്കടങ്ങളും അലിഞ്ഞുപോയതുപോലെ അയാൾക്ക് തോന്നി. ബുദ്ധൻ വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നീ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയിരിക്കാം. പക്ഷെ നിന്റെ മനസ്സ് ഇപ്പോഴും ലൗകികമായ കെണികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നീ പുറമേ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുവെങ്കിലും ഉള്ളിൽ നീ വെറുമൊരു അടിമയാണ്. നിന്റെ ഈ അവസ്ഥ മാറണമെങ്കിൽ നീ നേടിയ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന 6 ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് പകർത്തണം. ആ ധനികൻ കേട്ട ബുദ്ധൻ നൽകിയ ആ 6 ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? അത് ആ ധനികന് മാത്രമല്ല, ഇന്ന് ഈ തകർച്ചയിലും സങ്കടത്തിലും നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ബുദ്ധൻ പറഞ്ഞ ഒന്നാമത്തെ ഉപദേശം ഇതായിരുന്നു: നീ പുറത്തുനിന്നും നേടുന്ന വിജയങ്ങളല്ല നിന്റെ ഉള്ളിലെ സമാധാനം തീരുമാനിക്കുന്നത്. പുറത്തുള്ളതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനു മുൻപ് സ്വന്തം മനസ്സിനെ കീഴടക്കാൻ നീ പഠിക്കണം. നമ്മളും പലപ്പോഴും ഇങ്ങനെയല്ലേ ചിന്തിക്കാറുള്ളത്? ഒരു നല്ല ജോലി ലഭിച്ചാൽ, വിദേശത്ത് പോകാൻ സാധിച്ചാൽ, കുറെ പണം സമ്പാദിച്ചാൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ച വീട് വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുമെന്ന് നമ്മൾ കരുതും. അതിനുവേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ നാം കഠിനാധ്വാനം ചെയ്യുന്നു. കുടുംബത്തെയും സ്വന്തം ആരോഗ്യത്തെയും പോലും വിസ്മരിച്ചുകൊണ്ട് നാം പരിശ്രമിക്കുന്നു. പക്ഷേ ആ ആഗ്രഹിച്ച കാര്യം കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഒരു സന്തോഷം തോന്നും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ മനസ്സ് ശൂന്യമായി മാറും. അടുത്ത ലക്ഷ്യത്തിനു വേണ്ടി വീണ്ടും നാം യാത്ര തുടങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം സന്തോഷമെന്നത് പുറത്തുനിന്നും വാങ്ങാൻ സാധിക്കുന്നൊരു വസ്തുവല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉദിക്കേണ്ട ഒന്നാണ്. മനസ്സ് ശാന്തമല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ അധിപനായാൽ പോലും നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അശാന്തനായിരിക്കും. നമ്മുടെ ഉള്ളിലെ ചിന്തകളെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത്. ഒരു ദിവസം നമ്മുടെ മനസ്സിലേക്ക് 10,000-കണക്കിന് ചിന്തകളാണ് കടന്നുവരുന്നത്. അതിൽ ഭൂരിഭാഗവും നെഗറ്റീവായ ചിന്തകളായിരിക്കും. എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ലെന്നും ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമെന്നുമുള്ള ചിന്തകൾ നമ്മെ വേട്ടയാടും. ഈ ചിന്തകൾക്ക് നമ്മൾ അടിമപ്പെടുമ്പോഴാണ് ജീവിതം നരകതുല്യമാകുന്നത്. ഒരു കാട്ടുതീ പോലെയാണ് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ. അതിനെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ കരിച്ചുകളയും. അതുകൊണ്ട് മനസ്സിനെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണാൻ ശീലിക്കുക. ചിന്തകൾ വരട്ടെ, പക്ഷേ അവയോടൊപ്പം ഒഴുക്കിൽപ്പെട്ടു പോകാതിരിക്കുക. ശാന്തമായ ഒരു തടാകം പോലെയാകണം നിങ്ങളുടെ മനസ്സ്. അതിലേക്ക് ആര് കല്ലെറിഞ്ഞാലും കുറച്ചു സമയത്തിന് ശേഷം അത് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ശാന്തമാകും. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുക. രണ്ടാമതായി ബുദ്ധൻ ആ ധനികനോട് പറഞ്ഞത് വളരെ ആഴമുള്ളൊരു സത്യമാണ്. ആസക്തിയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഒന്നിനെയും അമിതമായി മുറുകെ പിടിക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുക. നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ. ബന്ധങ്ങളിലെ തകർച്ചകളും പ്രണയനൈരാശ്യങ്ങളും ബിസിനസ്സിലെ തിരിച്ചടികളും ഉണ്ടാകുമ്പോൾ
ആളുകൾ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന വലിയ സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ നാളെ മാറിയേക്കാം. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള പണം നാളെ ഇല്ലാതായേക്കാം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടും കാലക്രമേണ മാറും. എല്ലാം നിരന്തരം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യത്തെ മാത്രം എൻ്റെ ജീവനാണ് എന്ന് കരുതി അമിതമായി മുറുകെ പിടിച്ചാൽ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന താങ്ങാൻ നമുക്ക് കഴിയില്ല. ഒന്നിനോടും അമിതമായ പറ്റിച്ചേരൽ ഉണ്ടാകാതിരിക്കുക. എല്ലാം വരും പോകും എന്ന യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ കാണാൻ ശീലിക്കുക. ഒരിക്കൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മൾ എന്തിനെയൊക്കെയാണോ വല്ലാതെ ആഗ്രഹിക്കുന്നത് അത് കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരിക്കും നമ്മുടെ മനസ്സിൽ നിറയുന്നത്. പുതിയൊരു വാഹനം വാങ്ങിയാൽ അതിലൊരു പോറൽ പോലും വീഴരുതെന്ന് നാം നിർബന്ധം പിടിക്കുന്നു. മറ്റാരെങ്കിലും അതിൽ തൊട്ടാൽ പോലും നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ഇവിടെ വാഹനമൊന്നുമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, മറിച്ച് ആ വസ്തുവിനോടുള്ള നമ്മുടെ ആസക്തിയാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്. ഇതേ കാര്യം തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും അയാൾ നമ്മളെ മാത്രം സ്നേഹിക്കണമെന്നും നമ്മൾ ശാഠ്യം പിടിക്കുമ്പോൾ അവിടെ സ്വാർത്ഥത ജനിക്കുന്നു. ആ സ്വാർത്ഥത പിന്നീട് സംശയത്തിലേക്കും വലിയ വഴക്കുകളിലേക്കും നയിക്കുന്നു. ഒടുവിൽ ആ ബന്ധം തകരുമ്പോൾ നാം മാനസികമായി തകർന്നു പോകുന്നു. ബുദ്ധൻ പറയുന്നത് ഒന്നിനെയും സ്നേഹിക്കരുത് എന്നല്ല, മറിച്ച് ഒന്നിനും അടിമയാകരുത് എന്നാണ്. ഈ ലോകത്ത് നമ്മൾ വന്നത് നഗ്നരായിട്ടാണ്, തിരികെ മടങ്ങുന്നതും ഒന്നും ഇല്ലാതെയാണ്. ഈ യാത്രയിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം താൽക്കാലികം മാത്രമാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉള്ളിൽ വലിയൊരു ശാന്തി അനുഭവപ്പെടും. മൂന്നാമത്തെ ഉപദേശം നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി അത്രമേൽ ചേർന്നു നിൽക്കുന്ന ഒന്നാണ്. മറ്റുള്ളവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം തകർക്കാൻ അനുവാദം നൽകരുത്. നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കാൻ പഠിക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വിഷാദത്തിലും സങ്കടത്തിലും കഴിയുന്നത് എന്തിന്റെ പേരിലാണ്? നാട്ടുകാർ എന്തു പറയും, ബന്ധുക്കൾ എന്തു വിചാരിക്കും, കൂട്ടുകാർ നമ്മളെ കളിയാക്കുമോ എന്നൊക്കെ ആലോചിച്ചാണ് പലരും ജീവിക്കുന്നത് തന്നെ. സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവച്ചാൽ അതിന് എത്ര ലൈക്ക് കിട്ടി, ആരെങ്കിലും മോശം കമന്റ് ഇട്ടോ എന്ന് നോക്കി സങ്കടപ്പെടുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. നിങ്ങളൊരു പരാജയമാണെന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ ഉടനെ നിങ്ങൾ തളർന്നു പോകുന്നു. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തിയാൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിയന്ത്രണം നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അവർ വിചാരിച്ചാൽ നിങ്ങളെ കരയിക്കാം, അവർ വിചാരിച്ചാൽ നിങ്ങളെ ചിരിപ്പിക്കാം. എത്ര കഷ്ടകരമായ ഒരവസ്ഥയാണിത്. ബുദ്ധൻ പറയുന്നു, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. ഓരോരുത്തരും അവരുടെ പരിമിതമായ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. ഒരാൾക്ക് നിങ്ങൾ നല്ലവനായിരിക്കാം, എന്നാൽ മറ്റൊരാൾക്ക് നിങ്ങൾ മോശക്കാരനായിരിക്കാം. അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടില്ല. മറ്റുള്ളവരുടെ തോളിലിരുന്ന് സ്വന്തം ജീവിതം ജീവിക്കാൻ ശ്രമിക്കരുത്. അവർ പറയുന്ന വിമർശനങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ഉപകരിക്കുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. അല്ലാതെ നിങ്ങളെ തളർത്താൻ വേണ്ടി പറയുന്ന പരിഹാസങ്ങളെ ഒരു പുഞ്ചിരിയോടെ തള്ളിക്കളയുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങളാണ്, മറ്റാരുമല്ല. നാലാമതായി ബുദ്ധൻ ഉപദേശിച്ചത് ക്ഷമയെക്കുറിച്ചും വിട്ടുകൊടുക്കലിനെക്കുറിച്ചുമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഉള്ളിൽ പകയും ദേഷ്യവും സൂക്ഷിക്കുന്നത് നിങ്ങൾ തന്നെ വിഷം കുടിച്ചിട്ട് മറ്റേയാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെ അർത്ഥശൂന്യമായ കാര്യമാണ്. അതുകൊണ്ട് ഉള്ളിലെ പകയെ പാടെ ഉപേക്ഷിച്ച് ക്ഷമിക്കാൻ പഠിക്കുക. കുടുംബ പ്രശ്നങ്ങൾക്കിടയിലും ബിസിനസ് പങ്കാളികൾക്കിടയിലും കൂട്ടുകാർക്കിടയിലും നാം സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണിത്. നമ്മളെ ആരോ വഞ്ചിച്ചു, അല്ലെങ്കിൽ കഠിനമായി വേദനിപ്പിച്ചു. വിശ്വസിച്ച ഒരു സുഹൃത്ത് ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂടെയുണ്ടാകുമെന്ന് കരുതിയവർ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകാം. ആ ഓർമ്മകൾ മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മൾ ഓരോ ദിവസവും നീറിക്കൊണ്ടിരിക്കുന്നു. അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്ന് ആലോചിച്ച് നാം ഉറക്കം കളയുന്നു. അവരുടെ തകർച്ച കാണാൻ വേണ്ടി നാം കാത്തിരിക്കുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വിഷമിക്കുമ്പോൾ നിങ്ങളെ ചതിച്ചവർ അവിടെ സുഖമായി ജീവിക്കുന്നുണ്ടാകും. നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവുമാണ് അവിടെ ഇല്ലാതാകുന്നത്. ഉള്ളിൽ പക കൊണ്ട് നടന്നാൽ അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നശിപ്പിക്കും. അത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജത്തെ മുഴുവൻ ചോർത്തിക്കളയുന്നു. ചീഞ്ഞഴുകിയ ഒരു സാധനം വീട്ടിൽ സൂക്ഷിച്ചാൽ വീട് മുഴുവൻ ദുർഗന്ധം വമിക്കുന്നത് പോലെയാണ് പഴയ ദേഷ്യവും പകയും മനസ്സിൽ സൂക്ഷിക്കുന്നത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ആ ഓർമ്മകളിൽ നിന്നും ആ മനുഷ്യരിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുക എന്നതാണ്. ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു, ഇനി നിനക്കെന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് കരുതി അവരെ മനസ്സിൽ നിന്നും ഇറക്കിവിടുക. അത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. എപ്പോഴാണോ നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു വലിയ തടവറയിൽ നിന്നും സ്വതന്ത്രനാവുകയാണ്. അഞ്ചാമത്തെ ഉപദേശം,
നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് സങ്കടപ്പെടുന്നതോ വരാനിരിക്കുന്ന കാലത്തെ ഓർത്ത് ആകുലപ്പെടുന്നതോ വിഡ്ഢിത്തമാണ്. ഈ നിമിഷം മാത്രമാണ് സത്യം. അതിൽ പൂർണ്ണമായി ജീവിക്കുക. നമ്മളിൽ പലരും ജീവിക്കുന്നത് ഒന്നുകിൽ ഭൂതകാലത്തിലാണ്, അല്ലെങ്കിൽ ഭാവിയിലാണ്. അന്ന് എനിക്ക് ആ തെറ്റുപറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നന്നായേനെയെന്നും, അന്ന് ആ കോഴ്സിന് ചേർന്നിരുന്നെങ്കിൽ എന്റെ ജീവിതം മാറിയേനെയെന്നും, അല്ലെങ്കിൽ അന്ന് അയാൾ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെയെന്നും ഓർത്തു കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്തി ജീവിക്കുന്നു. അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, മക്കളുടെ കാര്യമെന്താകും, കടം എങ്ങനെ വീട്ടും, വാർദ്ധക്യത്തിൽ എന്നെ നോക്കാൻ ആരുണ്ടാകും എന്നിങ്ങനെ ഇല്ലാത്ത ആകുലതകൾ കൂട്ടിവെക്കുന്നു. ഈ രണ്ട് ചിന്തകൾക്കിടയിൽ നാം മറന്നുപോകുന്നത് നമ്മുടെ മുന്നിലുള്ള ഈ മനോഹരമായ നിമിഷത്തെ മാത്രമാണ്. ഇന്നത്തെ ഈ ദിവസം മനോഹരമായി ജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ നാളെ എന്നത് നമുക്ക് സന്തോഷം നൽകുകയുള്ളൂ. കഴിഞ്ഞുപോയ കാലത്തെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതിലേക്ക് തിരികെ പോകാൻ ഒരു ടൈം മെഷീനും ആരുടെയും പക്കലില്ല. വരാൻ പോകുന്ന കാലത്തെ പൂർണ്ണമായി പ്രവചിക്കാനും ആർക്കും സാധ്യമല്ല. നിങ്ങളുടെ കൈവശമുള്ള ഒരേയൊരു സമ്പാദ്യം ഈ നിമിഷം മാത്രമാണ്. അതിനെയാണ് നാം പലപ്പോഴും ചിന്തിച്ച് നശിപ്പിച്ചു കളയുന്നത്. ഒരു യാത്ര പോകുമ്പോൾ വഴിയരികിലെ ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനു പകരം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് ആകുലപ്പെടുന്നതുപോലെയാണ് നമ്മുടെ ജീവിതം. ഈ നിമിഷം നിങ്ങൾ ശ്വസിക്കുന്ന വായു, നിങ്ങൾക്ക് മുന്നിലുള്ള ഭക്ഷണം, നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യർ എന്നിവയിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്നിൽ ജീവിക്കാൻ പഠിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ആറാമത്തെയും അവസാനത്തേതുമായ ഉപദേശം ബുദ്ധൻ നൽകിയത് കരുണയെയും ആത്മബോധത്തെയും കുറിച്ചാണ്. ഈ ലോകത്തോട് മുഴുവൻ കരുണ കാണിക്കുക, അതിലുപരി നിങ്ങളോട് തന്നെ കരുണയുള്ളവരായിരിക്കുക. നിങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാകാൻ വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെക്കുന്നു. പക്ഷേ നാം നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോകുന്നു. ജീവിതത്തിൽ ഒരു പരാജയമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി തകരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഏറ്റവും ക്രൂരമായി കുറ്റപ്പെടുത്തുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും എന്റെ ജന്മം ശാപമാണെന്നും ഞാൻ എന്തു ചെയ്താലും അത് പരാജയപ്പെടുമെന്നും ചിന്തിച്ചുകൂട്ടുന്നു. സ്വന്തം മനസ്സിനെ നമ്മൾ തന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ഓർക്കുക, ഈ ലോകത്ത് നിങ്ങളെ സഹായിക്കാനും ഈ സങ്കടത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താനും നിങ്ങളല്ലാതെ മറ്റാരും വരില്ല. മറ്റുള്ളവർക്ക് നിങ്ങളെ താൽക്കാലികമായി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്നും നടന്നു കയറേണ്ടത് നിങ്ങളുടെ സ്വന്തം കാലുകളിലാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. വീണുപോയിടത്തു നിന്നും എഴുന്നേൽക്കാൻ നിങ്ങളുടെ മനസ്സ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം, ഞാൻ തകർന്നു പോയിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന് സ്വയം പറയുക. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബഹുമാനിക്കുക. ബുദ്ധന്റെ ഈ 6 ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ആ ധനികന്റെ കണ്ണു നിറഞ്ഞു. അയാളുടെ ഉള്ളിൽ വലിയൊരു വെളിച്ചം നിറഞ്ഞതുപോലെ തോന്നി. താൻ ഇത്രയും കാലം പായുന്നത് വെറും നിഴലുകൾക്ക് പുറകെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പണവും പ്രശസ്തിയുമല്ല, ശാന്തമായ മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അയാൾക്ക് ബോധ്യമായി. കോടികൾ വിലമതിക്കുന്ന തന്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കാൾ വലിയൊരു നിധിയാണ് ബുദ്ധന്റെ ഈ വാക്കുകളിലൂടെ തനിക്ക് ലഭിച്ചതെന്ന് അയാൾ ഉറപ്പിച്ചു. അയാളുടെ ഉള്ളിലെ ഭാരം ഇറങ്ങിപ്പോയി, മനസ്സ് പ്രകാശഭരിതമായി. അയാൾ ബുദ്ധന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അന്നു മുതൽ അയാൾ തന്റെ സമ്പത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. ഒന്നിനോടും അമിതമായ ആസക്തിയില്ലാതെ ശാന്തനായി അയാൾ ജീവിച്ചു. ഇന്ന് ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ വലിയൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. ഇതുവരെ വന്നുപോയ തെറ്റുകളെ ഓർത്ത് നിങ്ങൾ ഇനിയും വിഷമിക്കേണ്ടതില്ല. പരാജയപ്പെട്ടുപോയ ബിസിനസ്, തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, തീരാത്ത കടബാധ്യതകൾ, ജോലിസ്ഥലത്തെ കടുത്ത സമ്മർദ്ദങ്ങൾ എന്നിവയിൽ മനം മടുത്ത് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കരുതിയിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതൊരിക്കലും നിങ്ങളുടെ അവസാനമല്ല, മറിച്ച് ഇതൊരു പുതിയ തുടക്കമാണ്. എല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയാണ്. വിത്ത് മണ്ണിൽ കിടന്ന് നശിച്ചുപോയി എന്ന് നാം വിചാരിക്കുമ്പോഴാണ് അത് മനോഹരമായ ഒരു ചെടിയായി മുളച്ചുവരുന്നത്. അതുപോലെ നിങ്ങളുടെ ഈ തകർച്ച പുതിയൊരു ജീവിതത്തിലേക്കുള്ള തിരുനാളമാണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ ഓരോ പുലരിയും നമുക്ക് ലഭിക്കുന്ന പുതിയൊരു ജന്മമാണ്. ഇന്നലകളിൽ എന്ത് സംഭവിച്ചു എന്നത് പ്രസക്തമല്ല, മറിച്ച് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും സമയമുണ്ട്, മാറ്റങ്ങൾ വരുത്താനുള്ള അവസരമുണ്ട്. തോറ്റുപോയ വഴിയിൽ തന്നെ വീണ്ടും സഞ്ചരിക്കണമെന്നില്ല. പുതിയൊരു പാത വെട്ടിത്തുറക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ തലയുയർത്തി ജീവിച്ചു കാണിക്കണം. അതിനു വലിയ പ്രതികാരങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചാൽ മാത്രം മതിയാകും. പഴയ കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. മനുഷ്യരായാൽ തെറ്റുകൾ സംഭവിക്കും, പരാജയങ്ങളുണ്ടാകും. ലോകത്തിൽ പരാജയപ്പെടാത്ത ഒരു മനുഷ്യൻ പോലുമില്ല.
ചരിത്രം തിരുത്തിക്കുറിച്ചവരൊക്കെ ഒരുപാട് തവണ പരാജയത്തിന്റെ കൈപുനീർ കുടിച്ചവരാണ്. തോൽവികളിൽ നിന്നാണ് നാം യഥാർത്ഥ ജീവിതം പഠിക്കുന്നത്. അതുകൊണ്ട് സങ്കടങ്ങളെ നിങ്ങളുടെ ഇന്ധനമാക്കുക. ഉള്ളിലെ ദേഷ്യത്തെയും നിരാശയെയും നിങ്ങളുടെ കഠിനാധ്വാനമാക്കി മാറ്റുക. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുക. മനസ്സിനെ ശാന്തമാക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകി നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുക. ധൈര്യമായി മുന്നോട്ട് നടക്കുക. വിജയം തീർച്ചയായും നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുകയും ജീവിതത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും നൽകുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും മറ്റൊരാൾക്കു കൂടി വലിയൊരു പ്രചോദനമായേക്കാം. ഇതുപോലുള്ള കൂടുതൽ ജീവിത ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് പങ്കുവയ്ക്കാനും മറക്കരുത്.